ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് 3 എത്ര പെട്ടെന്നാണ് മൂന്നാമത്തെ നോമ്പായതില്ലേ. പെട്ടെന്ന് നോമ്പ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു. ഇപ്പോൾ നോമ്പായ കാരണം നമ്മൾ അത്ര നേരത്തൊന്നും എണീക്കില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എണീക്കുള്ളൂ. എന്നാലും അത്ര ലേറ്റ് ആവില്ല. അങ്ങനെ നമ്മൾ രാവിലെയൊക്കെ എണീറ്റ് ഇസ്മക്കുട്ടീനെ നമ്മൾ പാപ്പൊക്കെ കൊടുത്തതിന് ശേഷം പാലൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവിടെ നമ്മൾ എണ്ണ തേച്ചിട്ട് കുളിപ്പിക്കുക. എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങും കേട്ടോ. അങ്ങനെ എണ്ണ തേച്ച് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൾക്കുള്ള പാപ്പു എടുത്തു കൊണ്ട് വന്നിട്ടുണ്ട്. പാപ്പും കൂടി കൊടുത്ത് വയറൊക്കെ നിറഞ്ഞാൽ ആൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ. പാപ്പ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇസ്മക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. ഉറങ്ങാൻ കുറച്ച് ലേറ്റായി. എണ്ണ തേച്ച് കുളിച്ചാൽ പൊതുവേ ആൾ വേഗം ഉറങ്ങാറുണ്ട്. പക്ഷെ ഇന്ന് ഭയങ്കര നേരം വൈകി കേട്ടോ. അങ്ങനെ ഇസ്മക്കുട്ടി ഉറങ്ങിയപ്പോൾ പിന്നെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം കഴിച്ചു. അടിച്ചു വാരലും തുടക്കലും കാര്യങ്ങളൊക്കെ വേഗം തന്നെ കഴിഞ്ഞു കേട്ടോ. അവൾ എണീറ്റാൽ പിന്നെ എൻ്റെ പിന്നാലെ നടക്കും. അപ്പോൾ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മ കുറച്ചിങ്ങനെ കൊട്ടത്തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇന്നലെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉടച്ചിട്ട് അത് നമ്മളിങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുക. എന്നിട്ട് പിന്നെ നമ്മളത് വറുത്ത് പൊടിച്ചാൽ വറുത്ത് പൊടിച്ച് വെച്ചാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഉമ്മ പൊതുവേ നോമ്പിൻ്റെ ഒക്കെ മുന്നായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യമൊന്നും സമയമൊന്നും കിട്ടിയില്ല. അപ്പം ഉമ്മ ഇങ്ങനെ ഉടച്ച് തരും. അപ്പോൾ ഞാനിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നന്നായിട്ട് വറക്കുക കേട്ടോ. വറുത്തതിന് ശേഷം പിന്നെയും പൊടിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് കുറേ കാലം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ നമുക്ക് കുറേ കാലം വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കോഴിമുട്ടക്കറി, പിന്നെ അതുപോലെ തന്നെ മീൻ കറി, പിന്നെ എന്തെങ്കിലുമൊക്കെ തേങ്ങ വറുത്തരച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഈ ഒരു തേങ്ങയുടെ ഇത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പം തേങ്ങ വറുത്തരയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്റ്റോക്കാക്കി വെക്കാമെന്നാട്ടോ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ മൈസൂരൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഉമ്മ അവിടെ ഭയങ്കര റേറ്റാണ് തേങ്ങയ്ക്കും കാര്യങ്ങൾക്കൊക്കെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ നാട്ടിലൊക്കെ വരുമ്പോൾ ഉമ്മ ഇതുപോലെ തേങ്ങ നല്ല വറുത്തരച്ചിട്ട് ഞങ്ങൾക്ക് ഡപ്പയിലാക്കിയിട്ട് ഉമ്മ കൊടുത്തയക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പൊതുവേ തണവാണല്ലോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലും കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ മൈസൂരൊക്കെ ഉള്ള സമയത്ത് ഇത് കൊണ്ടുപോയാൽ അതിങ്ങനെ കട്ടാവും. അതിൻ്റെ മേലെ വെളിച്ചെണ്ണ അങ്ങനെ നിന്നിട്ട് നല്ല കട്ടായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 സ്പൂൺ 3 സ്പൂണൊക്കെ ഇട്ട് നല്ല കട്ടി ഉണ്ടാവും കോഴിമുട്ടക്കറിയിലൊക്കെ കേട്ടോ. വറുത്തരച്ച മുട്ടക്കറിയൊക്കെ വെക്കാനൊക്കെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളും അതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ നോമ്പിനൊക്കെ എന്തെങ്കിലുമൊക്കെ കറി വെക്കുമ്പോൾ ആ ഒരു സമയത്ത് കിടന്നിട്ട് തിരക്ക് പിടിച്ചിട്ട് ചെയ്യണ്ടല്ലോ. നമുക്ക് ഇതിൽ നിന്ന് 2 സ്പൂണോ 3 സ്പൂണോ ഇട്ടാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ തേങ്ങ വറക്കുന്ന സമയത്ത് അതിൽ വേപ്പിലയും പിന്നെ പെരുംജീരകമൊക്കെ ഇട്ടിട്ട് വറുത്ത ഒന്നും കൂടി മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കൊത്തി അരിഞ്ഞ് വെച്ചതിന് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. പൊടിച്ചെടുത്തതിന് ശേഷം വേപ്പിലയും പെരുംജീരകം ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് നല്ല ബ്രൗൺ കളറാക്കും കേട്ടോ. അങ്ങനെ ബ്രൗൺ കളറാക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ മിക്സിയിലിട്ടിട്ട് അരക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നല്ല ഇതിലുള്ള നല്ല അരഞ്ഞിട്ട് എന്ത് കിട്ടും, നമ്മുടെ ഈ ഒരു തേങ്ങയുടെ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ രാവിലെയൊക്കെ നമുക്ക് നോമ്പാവുമ്പോൾ ഫ്രീ ആണല്ലോ. ഉച്ചയ്ക്ക് ശേഷമാണല്ലോ നമ്മളൊരുവിധം നമ്മളെ നോമ്പിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ റിസ്ക്കില്ല. നമുക്ക് എടുത്ത് കണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഇനി ഇതൊക്കെ വറുത്ത് പൊടിച്ച് വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടത് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യം കൂടി ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഉമ്മ നമുക്കുള്ളത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് അപ്പം തന്നെ നമ്മൾ അടച്ച് വെക്കരുത്, ചൂടുള്ളതാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ചിങ്ങനെ തുറന്നിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് തേങ്ങ നമ്മൾ മുളകും മല്ലിയും
പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുടുത കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടുത വറുത്തരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നെയ്ച്ചോറും ബിരിയാണിയും ചിക്കനും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നമുക്കിന്ന് വെറുംചോറ് വെക്കാം, മീനും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരി തിളക്കുമ്പോഴത്തേനും നമുക്ക് മസാല ഒക്കെ അരച്ച് സെറ്റാക്കിയാൽ നമുക്ക് കറി അടുപ്പത്ത് വെക്കാമല്ലോ. അപ്പോഴേക്കും നമ്മുടെ വറുത്തരച്ച തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട ഇതുപോലെ ആയിട്ട് കിട്ടും നമുക്ക്. ഇനി ഇങ്ങനെ നമുക്ക് കുറേ കാലം സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. നമുക്ക് സുഖമായിട്ട് പറ്റുന്നൊരു കാര്യമാണ്. കുറച്ച് നമ്മൾ പണിയെടുക്കണം, തേങ്ങ പൊളിക്കണം, പിന്നെ ഒക്കെ കൊത്തി അരിയണം, വറക്കണം, അരക്കണം, കുറച്ച് പണിയുണ്ട്. പക്ഷേ ചെയ്ത് കിട്ടിയാൽ സുഖമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ചോറ് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കറിക്കുള്ള മസാല അരച്ചു. ഇനി അതിലേക്ക് നമുക്കൊരു തക്കാളി, പിന്നെ അത് കുറച്ച് ചീനമുളക് കൂടി അരിഞ്ഞിടണം. പിന്നെ ഉപ്പിട്ടിട്ട് നമുക്ക് മസാല അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചീനമുളകും അരിഞ്ഞിട്ടുള്ളൂ. ചീനമുളക് കറിയിലിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മുളക് പൊടി നമ്മൾ ഒന്നാമത് മസാല അരക്കുമ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിലും പച്ചമുളക് അല്ലെങ്കിൽ ചീനമുളകൊക്കെ അതിൻ്റെ കൂടെ കറിയുടെ കൂടെ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അരക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് നമ്മൾ ഒരു മൊമോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലുള്ളൊരു മൊമോസാണ് ഉണ്ടാക്കുന്നത്. മസാല ഒക്കെ എനിക്കിഷ്ടപ്പെട്ട പോലെയായിട്ട് ഞാൻ ഉണ്ടാക്കണം. അതിൻ്റെ ഉള്ളിൽ ചില ആൾക്കാർ മയോണൈസും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഷവർമ്മയുടെ മിക്സിങ്ങൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ പൊരിച്ചിട്ട് അതിനൊന്ന് ക്രഷ് ചെയ്തിട്ട് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ മൊമോസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സവാള അരിയാണ്. പിന്നെ നമുക്ക് തക്കാളി വേണ്ട. തക്കാളി ഉണ്ടാകുമ്പോൾ ഒന്നിങ്ങനെ വെള്ളം ഊറിയ പോലെ തോന്നും കേട്ടോ. പിന്നെ എന്താ വേണ്ട, മല്ലിച്ചപ്പ് വേണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് വേണം, പേസ്റ്റാണ് കേട്ടോ, അത് വേണം. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചത്, പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ കാൽ സ്പൂണ് മതി കേട്ടോ. കാരണം കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ. പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ പിന്നെ അത്ര അധികം മസാലപ്പൊടികളും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇടുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതും കൂടിയിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഇറക്കി വെക്കാം. തിളച്ചിട്ട് പിന്നെ ആ ഒരു ആവിയിൽ ഇരുന്നിട്ട് അങ്ങനെ വെന്തോളൂല്ലോ. അപ്പോൾ നമുക്കിനി കറി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ കറി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീനൊക്കെ മുന്നേ തന്നെ നന്നാക്കി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ കറി തിളക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ചെറിയൊരു ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ ഒരു 1/4 കഷ്ണം ക്യാരറ്റും കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 2 വെജിറ്റബിളും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ചെറുതാക്കിയിട്ട് അരിയുക, കാരണം നമ്മളെ സവാള വേഗം വഴറ്റി കിട്ടും. അപ്പോൾ ക്യാരറ്റും ഉരുളൻകിഴങ്ങ് ചിലപ്പോൾ വേവും, ക്യാരറ്റ് വേവാൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയുടെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ഇവിടെ കായം പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും മുളക് പൊടിയും പിന്നെ ഒരു 1/4 സ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടാട്ടോ നമ്മൾ കായം പുരട്ടി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഗോതമ്പ് പൊടിയിലാണ് മൊമോസ് ഉണ്ടാക്കുന്നത്. മൈദയിലാവുമ്പോൾ ഉമ്മാക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കെന്നാൽ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴക്കുക. എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു ബോളുകളാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ബോളുകൾ ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കിഴി പോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ മസാല ഞാൻ എൻ്റേതായ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉമ്മാക്കൊക്കെ ഇഷ്ടമായി കേട്ടോ. ചിക്കനാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചും ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് മസാല വെച്ചിട്ട് പിന്നെ നമ്മളത് എണ്ണയിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യണത്. ചില മൊമോസൊക്കെ എല്ലാവരും ആവിയിൽ കയറ്റിയിട്ടുള്ള മൊമോസ് ഉണ്ട് കേട്ടോ. എനിക്കതിനേക്കാൾ ഇഷ്ടം ഫ്രൈ ചെയ്യണതാണ് കേട്ടോ. ആവിയിലത്താകുമ്പോൾ ഒരു സുഖമല്ല. ഫ്രൈ ചെയ്യണതാണ് എനിക്കിഷ്ടം കേട്ടോ. പലർക്കും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ.
അപ്പോൾ ഞാൻ എല്ലാതും പരത്തി, അപ്പോൾ കുറച്ച് പരത്തിയിട്ട് അതിൽ മസാല വെച്ചിട്ട് ഇങ്ങനെ കിഴി പോലെ ആക്കി വെച്ചു. പിന്നെ ബാക്കി പരത്തി എന്നിട്ട് പിന്നെ നമ്മളത് എണ്ണയിലൊക്കെ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കണ്ട നമ്മുടെ കിഴി കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ട്, മസാല ഒക്കെ വെച്ച് വന്നപ്പോൾ ഒന്ന് വലുതായി കേട്ടോ. എങ്കിലും ലുക്കിലല്ലല്ലോ, ടേസ്റ്റിലാണ് കാര്യം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടൊക്കെ കിഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് സൈസ് കൂടിപ്പോയി, പക്ഷെ ടേസ്റ്റൊക്കെ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കരമത്താണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. ചക്കരമത്ത അടിക്കാമെന്ന് വെച്ചിരുന്നു. നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. വെയിലൊന്നും അത്ര കാര്യമായിട്ടില്ലെങ്കിലും ഇന്ന് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചക്കരമത്ത നല്ലതിൽ അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ട്. അത്രയൊക്കെ തന്നെ ഇനി പണികളുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കഴിഞ്ഞു. നമ്മൾ ചോറ് വെച്ചു, മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മീൻ പൊരിച്ചു, പപ്പടവും പൊരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വെറും ചോറാണ്. അങ്ങനെ നമ്മൾ വാർപ്പിൻ്റെ മേലെ പോയപ്പോൾ 2 പേരക്ക പഴുത്തത് കിട്ടിയിട്ട്, നല്ല വലിയ പേരക്കയായിരുന്നു കേട്ടോ. ഒരെണ്ണം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം നാളേക്ക് ഒന്നും കൂടി സെറ്റാവും കേട്ടോ. അപ്പോൾ എന്നാലും നമ്മൾ പൊട്ടിച്ചു. ഇനിയും പേരക്ക നിൽക്കുന്നുണ്ട്. അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ നന്നായി പഴുക്കും കേട്ടോ. ഈ പേരക്ക കണ്ടിട്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു റെഡ് റോസ് പോലത്തെ കളർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പേരക്കൊക്കെ മുറിച്ചിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായ ഒരു ഫ്രൂട്ടാണല്ലോ, അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് ചെന്ന് നോക്കിയിട്ട് നാളെ പൊട്ടിക്കാലോ വിചാരിച്ചിട്ട് പോയാൽ നാളെ ആകുമ്പോഴത്തേനും അത് കാക്കയോ കിളിയോ ആരെങ്കിലുമൊക്കെ കൊത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 2 എണ്ണം ഇന്ന് പൊട്ടിച്ചു, ഇനി 1 എണ്ണം കൂടി നിൽക്കുന്നുണ്ട് വലുത്. അപ്പോൾ നാളേക്ക് പൊട്ടിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പേരക്കൊക്കെ നുറുക്കി പ്ലേറ്റിൽ വെക്കുകയാണ്. പിന്നെ നമുക്ക് ആപ്പിൾ ഉണ്ട്, അപ്പോൾ ആപ്പിളും കൂടിയിട്ട് മുറിച്ച് വെക്കാം. പിന്നെ ഈത്തപ്പഴം ഉണ്ട്, അപ്പോൾ ഈത്തപ്പഴം വെക്കാം. പിന്നെ ചക്കരമത്ത ജ്യൂസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുണ്ടാക്കിയ നമ്മുടെ മൊമോസ് ഉണ്ട് കേട്ടോ. സംഭവം കാണാൻ ലുക്കില്ലാന്നുള്ളൂ, ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. മസാലയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ പൊരിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചുള്ളതല്ലേ, മല്ലിച്ചപ്പും പിന്നെ ഉരുളൻകിഴങ്ങും കൂടി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മൊമോസ് നമ്മൾ പരത്തിയത് കുറച്ച് വലുപ്പം കൂടി, അപ്പോൾ പിന്നെ നമ്മൾ കിഴിയാക്കുമ്പോൾ ഒന്നും കൂടി ഒരു വലുപ്പമായതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പരത്തുമ്പോൾ കുഞ്ഞിതാക്കിയിട്ട്, ഞാനെടുത്തതിനെയൊക്കെ കുഞ്ഞു ബോളാക്കുക, എന്നിട്ട് കുഞ്ഞിതാക്കി പരത്തിയിട്ട് മസാല കുറച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ കിഴിയാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞു മൊമോസായി കിട്ടും. പിന്നെ മസാല ഒന്നും വേവാനില്ലല്ലോ, ഗോതമ്പ് മാത്രം ഒന്ന് വേവാനല്ലേ ഉള്ളൂ. അപ്പോൾ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുമ്പോഴത്തേനും സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പേരക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ആപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ 3ാമത്തെ നോമ്പ് അങ്ങനെ കഴിഞ്ഞു. വളരെ പെട്ടെന്നാണ് കേട്ടോ 3 നോമ്പും കഴിഞ്ഞത്. ഇനി അതിലും സ്പീഡായിട്ട് നമ്മുടെ 30 നോമ്പും പോകും കേട്ടോ. 20 നോമ്പ് വരെയൊക്കെ ഭയങ്കര സ്പീഡിൽ പോകും, 20 കഴിഞ്ഞാലാണ് ഇങ്ങനെ ഒരു സ്ലോ പോലെ തോന്നുക. അപ്പോൾ അങ്ങനെ ആയിട്ട്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു 3ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് തണുപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ജഗ്ഗിലേക്ക് ഒഴിച്ച് വെക്കാം. ഇപ്പോൾ ഏകദേശം 6:30 ആയിട്ടുണ്ട് സമയം, ബാങ്ക് കൊടുക്കാനായി കേട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു, നമ്മൾ നോമ്പ് തുറക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. എത്ര വെള്ളം കുടിച്ചിട്ട് നമുക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ നോമ്പുതുറ കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ നമുക്ക് വെറും ചോറും തേങ്ങ വറുത്തരച്ചിട്ടുള്ള കുടുതക്കറിയും കുടുത പൊരിച്ചതും പിന്നെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടായിട്ട് നമ്മളിന്ന് പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചു. അപ്പോൾ 2 ദിവസമായിട്ട് ഇറച്ചിയും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആയിട്ട് വെറും ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. 3ാമത്തെ നോമ്പും അങ്ങനെ കഴിഞ്ഞു, അൽഹംദുലില്ലാ റാഹത്തായി കേട്ടോ. അപ്പോൾ നിങ്ങളും എല്ലാം റാഹത്തായിട്ട് നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.